മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ളവർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കമുള്ളവർ ഇവരെ നിരീക്ഷണത്തിന് വെച്ചു. രണ്ടാമത്തെ കൊല്ലം തന്നെ ബോധ്യപ്പെട്ടു ഇത് വഹാബിസം എന്ന വിഷവത്തിനെ പുതിയൊരു കുപ്പിയിലാക്കി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കണം. 1925 ഒരു താൽക്കാലിക കമ്മിറ്റി ഉണ്ടാക്കി ഒരു കൊല്ലം കേരളത്തിലുടനീളം സഞ്ചരിച്ച് ഈ ബിദഈ കൂട്ടായ്മയെ ചെറുക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ആലിമീങ്ങളെ അന്നത്തെ സാഹചര്യം വെച്ച് യാത്ര ചെയ്ത് ഒരു കൊല്ലമെടുത്ത് കണ്ട് ബോധവൽക്കരിച്ച് അവസാനം 1926 ജൂൺ മാസം 26-ന് നമ്മളെ കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ വിപുലമായ പണ്ഡിത സഭ ചേർന്ന് അതിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം നൽകിയത് ഈ ബിദ്അത്തിനെ ചെറുക്കാനാണ്, സുന്നത്തി ജമാഅത്തിനെ സംരക്ഷിക്കാനാണ്. നമ്മളെ ആലിമീങ്ങൾ ഓരോ ഘട്ടത്തിലും ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവരെ പ്രതിരോധിക്കാൻ ഏത് രീതിയാണ് നമ്മൾ സ്വീകരിച്ചത്? ഇന്നത്തെ ക്യാബിനറ്റ് സിസ്റ്റോ സംഘടനാ സംവിധാനമൊന്നും അന്നില്ല. അന്ന് 40 അംഗങ്ങളുള്ള ഒരു മുശാവറ. ഇവര് 1-2 മാസം കൂടുമ്പോൾ യോഗം ചെയ്യും. ആ യോഗത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തും, പ്രമേയങ്ങൾ ഉണ്ടാക്കും, അവതരിപ്പിക്കും, അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും. അങ്ങനെ പൊതുജനങ്ങളോട് ബിദ്അത്തുകാരെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ട് പറഞ്ഞു, അന്ന് ഈ തബ്ലീഗും ജമാഅത്ത് ഇസ്ലാമിയൊന്നുമില്ല, അന്ന് മുജാഹിദ് മാത്രമല്ല, അത്